എല്ലാ യൂട്യൂബർമാരും സാമാന്യേനയുള്ള മാധ്യമങ്ങളും വിദ്വേഷം വിൽക്കുന്ന കടകളും ഒക്കെ പണ്ട് നിറയെ വിദ്വേഷം വിറ്റ ഒരു സംഭവത്തിൻ്റെ നിജസ്ഥിതി വെളിവായപ്പോൾ നാടൻ ഭാഷയിൽ അല്പം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കുറഞ്ഞ പ്രയോഗമാണെങ്കിലും അണ്ണാക്കിൽ പഴം തിരികി മിണ്ടാതിരിക്കുന്ന കാഴ്ച കണ്ടൊരു ദിവസം കൂടിയാണ് ഇന്നലെ കടന്നുപോയത്. ഇന്നലെയല്ല, മിനിഞ്ഞാന്ന്, ജൂൺ 10. എന്തായിരുന്നു ജൂൺ 10-ൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി പുറകിലേക്ക് പോകണം. 2019 7 വർഷം മുമ്പ് ഒരു ഈസ്റ്റർ ദിനം. അന്ന് ശ്രീലങ്കയിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാവുന്നു. മനുഷ്യർ പൊട്ടിത്തെറിച്ച് നിരപരാധികളായ ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെടുന്നു. ആ വന്നവർ പർദ്ദ ധരിച്ചുകൊണ്ടും നിക്കാബ് ധരിച്ചുകൊണ്ടുമൊക്കെ സവിശേഷമായ വസ്ത്രത്തിൽ വന്നതാണ്. അത് ISIS തീവ്രവാദികൾ ആസൂത്രിതമായി ക്രിസ്ത്യൻ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന തരത്തിൽ ശ്രീലങ്കയിൽ മാത്രമല്ല, അത് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചത്, ഉപയോഗിച്ചത്, അപമാനിക്കാൻ വേണ്ടി, ചെളിവാരി എറിയാൻ വേണ്ടി പ്രയോഗിച്ചത് നമ്മുടെ ഇന്ത്യയിലാണ്, നമ്മുടെ കേരളത്തിലും. ഒരുപാട് പ്രൊഫൈലുകളിൽ, സക്കൈന TV പോലെയുള്ള TVകളിൽ, കാസാക്കാരുടെ പേജുകളിൽ എന്ന് വേണ്ട നിറച്ച് എഴുത്തായിരുന്നു. മുസ്ലിം സമൂഹം ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. അവരെന്ത് പഴിച്ചു? ഇവിടെ താമസിക്കുന്നവർ വല്ലതും തെറ്റും ചെയ്തോ? പക്ഷേ അങ്ങനെ അല്ലല്ലോ. ശ്രീലങ്ക തൊട്ടടുത്തല്ലേ, സമുദായം ഒന്നല്ലേ? ഇതായിരുന്നു ആക്ഷേപം. ഈ ആക്ഷേപത്തെ പ്രതിരോധിച്ചത് ഈ തൊപ്പിയും ദീക്ഷയും തലയെക്കെട്ടുകാരും ഒന്നും അല്ലാത്ത, സുന്നത്ത് കാര്യമായി ഹയാത്താക്കാത്ത, പേരിലൊക്കെ കുറച്ച് കുഴപ്പമുള്ള എന്നെപ്പോലെയുള്ള ആളുകളും ഒക്കെയാണ് ഈ സാമൂഹ്യ മാധ്യമത്തിൽ, ഈ യൂട്യൂബിലും ഒക്കെ കിടന്ന് അതിന് മറുപടി പറഞ്ഞത്. മറ്റൊരാരും അതിൻ്റെ പിന്നാലെയൊന്നും പോയില്ല. ഒരു വേറെ വലിയ ഗംഭീര സാധനങ്ങൾ നടക്കില്ലേ, ഇതിനൊക്കെ ആര് ശ്രദ്ധിക്കുന്നു, എന്തായാലും എന്ത് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീലങ്കൻ പാർലമെൻറ്റിൽ വളരെ ഉത്തരവാദിത്വത്തോടെ ശ്രീലങ്കയുടെ പബ്ലിക് സെക്യൂരിറ്റി മിനിസ്റ്റർ ആനന്ദ് വിജ്പാല അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, റിട്ടയർഡ് മേജർ ജനറൽ തുവാൻ സുരേഷ് സലൈ, അദ്ദേഹമായിരുന്നു രാജ്യത്തിൻ്റെ ഫോർമർ ഇൻ്റലിജൻസ് ചീഫ്. ഹി only orchestrated and directed the tragic 2019 Easter Sunday bombings. He only orchestrated, he only directed, he only planned, and for that planning he met the extremist group 3 weeks prior to this incident. ഈ സംഭവം നടക്കുന്നതിന് 3 ആഴ്ച മുമ്പ് ഈ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുമായി ഗൂഢാലോചന നടത്തി. അതിൻ്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. 279 നിരപരാധികളായ മനുഷ്യരാണ് ഈ പറയുന്ന പൊട്ടിത്തെറിയിൽ ജീവൻ പൊലിഞ്ഞു പോയത്. ശ്രീലങ്കയിലെ അവരുടെ CID ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കൃത്യമായി ഇത് അന്വേഷിച്ച് ഇത് ആസൂത്രണം ചെയ്തത് എവിടെയാണെന്നും ഇതെവിടെയാണ് നടന്നതെന്നും അവരെ ഈ സ്പോട്ടിൽ കൊണ്ടുവന്ന് ഇറക്കിയത് ആരാണെന്നും എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശമെന്നും എല്ലാം വളരെ കൃത്യമായി അവർ കണ്ടുപിടിച്ചു. എന്ന് മാത്രമല്ല, അത് ഇങ്ങനെയൊക്കെയാണ് നടന്നതെന്ന് ആദ്യം ലോകത്തോട് പറഞ്ഞത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റർ ചാനൽ 4 എന്ന് പറയുന്ന ഒരു ചാനലാണ്. അവരാണ് ഇതിൻ്റെ വിസിൽ ബ്ലോവറായത്. കാരണം ഈ ഔദ്യോഗിക മേധാവിയും തീവ്രവാദികളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു, അവർ പ്ലാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞത്. ഈ സുരേഷ് സാലെ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇപ്പോൾ ജയിലിലാണ് ഭീകരവിരുദ്ധ നിയമത്തിന്. അവിടുത്തെ നിയമം വെച്ച് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലും. ആ രാജ്യത്തിൻ്റെ ഗോതബയ രാജപക്ഷ എന്ന് പറയുന്ന അവിടുത്തെ മുൻ പ്രസിഡൻറ്റ് അദ്ദേഹത്തിനോട് അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ആ രാജ്യം വിട്ടുപോകാൻ പാടില്ല. അറസ്റ്റൊന്നും ചെയ്തിട്ടില്ല, ആ രാജ്യം വിട്ടുപോകാൻ പാടില്ല. കാരണം പുള്ളിയുടെ ആസൂത്രണത്തിലാണോ അനുവാദത്തിലാണോ ഇത് നടത്തിയതെന്നുള്ളത് അറിയാൻ ചോദ്യം ചെയ്യാൻ പോകണം. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റും അവിടുത്തെ ഇൻ്റലിജൻസ് ചീഫും കൂടിയാണ് ആ ഡിസാസ്റ്റർ ഓർക്കസ്ട്രേറ്റ് ചെയ്തതെന്ന് ആ രാജ്യം കണ്ടെത്തി. അതിൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പബ്ലിക് സെക്യൂരിറ്റി മിനിസ്റ്റർ വളരെ കൃത്യമായി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഇറക്കിയിരിക്കുന്നു. ഏതെങ്കിലും പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലുണ്ടോ? ഏതെങ്കിലും ചാനലുകളിൽ വാർത്തയുണ്ടോ? അവിടെ 279 പേരാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടതെങ്കിൽ ഈ രാജ്യത്ത് കോടിക്കണക്കിന് മനുഷ്യരെ അതിൻ്റെ പേരിൽ അപമാനിച്ചു, അതിൻ്റെ പേരിൽ വിദ്വേഷം വിളമ്പി. നമ്മുടെ നാട്ടിലൊക്കെ എന്തെല്ലാം തരത്തിലുള്ള പോസ്റ്റുകളും എഴുത്തുകളുമാണ് അതിൻ്റെ പേരിൽ നടത്തിയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുത്തം മിണ്ടിയൊന്നല്ലേ. ഏതൊക്കെയോ ചെറിയ ചാനലുകൾ എന്തൊക്കെയോ പറഞ്ഞൊന്ന് എഴുതി കാണിച്ചു. സമൂഹമാണ് പോലും, സമൂഹം, മനുഷ്യരാണെന്ന് നമ്മൾ
എന്നിട്ട് അവകാശപ്പെടുക.